ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നുണ്ട് മനസ്സിലായി. എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷെ ഞങ്ങൾ ട്രഡീഷണൽ വെയറിലാണ് കേട്ടോ ഒരുങ്ങിയേക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിലവർക്ക് ലൈക്ക് പകുതി നിന്നൊക്കെ കാണും. പിന്നെ ഇച്ചാനെ കണ്ടാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ ഇച്ചാനെ എപ്പോഴും വൈറ്റ് ഷർട്ടിലാണ് കാണുന്നത്. പക്ഷേ ഇച്ചാൻ വൈറ്റ് ഷർട്ടിലാണെങ്കിൽ പോലും ഇന്ന് ട്രഡീഷണൽ വെയറിലാണ് ഒരുങ്ങിയേക്കുന്നത്. മക്കളടക്കം എല്ലാവരും ട്രഡീഷണൽ വെയറാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നതേ ഞങ്ങളുടെ കേരള സമാജത്തിൻ്റെ ഉടുപ്പിയിൽ ഞങ്ങൾ ഓണം സെലിബ്രേഷനാണ് പോകുന്നത്. എല്ലാ വീട്ടിലും നാത്തും കൈ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ അതിന് കമൻറ്റ് പാസ് ചെയ്ത് വേഗം കൈ എടുത്ത് മാറ്റി. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ സ്പോട്ടിൽ എത്തി കേട്ടോ. ഇപ്പം മനസ്സിലായോ ട്രഡീഷണൽ വെയർ ആണെന്ന് പറഞ്ഞത് കള്ളവല്ലാന്ന്? ഹസ്ബൻഡ് കണ്ടോ മുണ്ടൊക്കെ കൊടുത്ത് ഇച്ച എപ്പോഴും പാൻറ്റിലല്ലേ നിങ്ങൾ കാണുന്നത്. ഇപ്പം മുണ്ടിലും കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഞങ്ങൾ എങ്ങനെ കാണാൻ ഒരുങ്ങിയിട്ട് കൊള്ളാമോ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായവർ ഒരുങ്ങിയിട്ട് കൊള്ളാമോ എന്നുള്ളതെല്ലാം ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മോനും അവസാനം മുണ്ടൊക്കെ ഉടുക്കണമെന്ന് വാശി വെച്ചിട്ടാണ് അവനും മുണ്ടൊക്കെ കൊടുത്ത്. അങ്ങനെ ഇതാ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾക്ക് മലയാളം വായിക്കാനറിയില്ല, എനിക്ക് വായിക്കാനറിയില്ല കേട്ടോ. ഓണം സെലിബ്രേഷൻ കന്നഡ വായിക്കാനറിയാം. അങ്ങനെ പൂക്കളൊക്കെ കണ്ട് അടിപൊളി പൂക്കളം മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുങ്ങി ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ ആ സമയമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. എന്തായാലും മത്സരിച്ചില്ലെങ്കിലും പൂക്കളമൊക്കെ കാണാൻ പറ്റി. പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ലൈക്ക് ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ഇതാ ഞങ്ങൾ സ്റ്റേജിൻ്റെ അകത്ത് ലൈക്ക് ഹാളിലേക്ക് വന്ന് കയറിയതാ ഇരുന്ന് കേട്ടോ. എല്ലാവരും ഇവിടെ ഉള്ളവർ എല്ലാവരും മലയാളികളാണ്. പക്ഷേ നേരത്തെ എന്ന് വെച്ചാൽ പണ്ടേ വന്ന് സെറ്റിലായവർ. ഇപ്പം എൻ്റെയൊക്കെ വെച്ചാൽ ഗ്രാൻഡ് പാരൻസ് വന്ന് ഇവിടെ ഓണം ലൈക്ക് സെറ്റിലായതാണ്. അപ്പോൾ അവർ അന്ന് മുതലേ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചണ്ടമേളയൊക്കെ ആയിട്ട് മാവേലി വരുന്നു. മാവേലി സ്റ്റേജിലേക്ക് എല്ലാവരും കൂടി വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോളും വന്ന് ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഒക്കെ മാവേലി കൊടുത്തു. മാവേലി സ്റ്റേജിൻ്റെ താഴെ നിന്നൊരു പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേന് നമ്മൾ സ്റ്റേജിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടോ. നമ്മുടെ സീരിയൽ ആക്ടറായ ലൈക്ക് വിവേക് ഗോപനുണ്ട്, അതേ രീതി നമ്മുടെ സീമ മാഡം ഉണ്ട്, എല്ലാവരും നാടക നടി. എനിക്ക് ലൈക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ അവരെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കേരള സമാജത്തിൻ്റെ പ്രസിഡൻറ്റ്. പുള്ളിക്കാരൻ ലൈക്ക് എല്ലാവരും കൂടി ലാം ലൈറ്റിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ +2 ഹയസ്റ്റ് മാർക്ക് വാങ്ങിയ എനിക്ക് ടീച്ചർക്കും ഈ പുള്ളിയുടെ എന്താ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാവരും നമ്മൾ ലൈക്ക് ഒന്ന് അവരെ എല്ലാം സ്റ്റേജിലൊന്ന് ആദരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഡിയൻസിനെ കാണിക്കാം. എല്ലാവരും കണ്ടോ, ഇവരെല്ലാം മലയാളികളാണ്. പക്ഷേ നാട്ടിൽ പല അടുത്തുള്ളവരാണ്. ഈ പ്രോഗ്രാമിലാണ് ചിലപ്പോൾ എല്ലാവരും കാണുന്നതും കൂടെ. എന്ന് വെച്ചാൽ പരസ്പരം പരിചയമില്ലാത്തവർ എല്ലാവരും കൂടിയാണ് നമ്മൾ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരോടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി, കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അവരെന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എത്ര വർഷങ്ങളായിട്ട് ഇവിടെ വന്നു, ഇതെല്ലാം ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനൊക്കെ കിട്ടിയൊരു അവസരമാണ്. മലയാളികൾ ഇത്രയും പേരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ആക്ച്വലി ഞങ്ങൾ ഷോക്കായി. ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് കുറച്ച് മലയാളികളുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ കസിൻസൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരെ. ഇത് കണ്ടോ, എൻ്റെ പപ്പയുടെ സിസ്റ്ററാണ്. ആ ബ്ലൂ കളർ സാരി ബ്ലൗസ് ഇട്ടേക്കുന്ന ആൾ. അടുത്തിരിക്കുന്ന റെഡ് കളർ ബ്ലൗസ് ഇട്ടിരിക്കുന്ന എൻ്റെ ആൻറ്റിയുടെ മോളാണ്. മക്കളും ഞങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഓണത്തിന് അത്ത ഇട്ടവർക്ക് ഫസ്റ്റ് കിട്ടിയതിന് ഗിഫ്റ്റ് കൊടുത്തു. എൻ്റെ മോള് ട്രഡീഷണൽ വെയർ ആയതുകൊണ്ട് ഇരിപ്പ് കാണേണ്ട ഇരിപ്പ് തന്നെയാണ്. മോന് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ കാലെല്ലാം ആട്ടി ഇരിക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മുണ്ട് ഉടുക്കാൻ. നമ്മളങ്ങനെ ഉടുപ്പിക്കാറില്ലാത്തത് കൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഉടുക്കുന്നു, എനിക്ക് ഉടുക്കണം, പാൻറ് ഇടാൻ പറഞ്ഞു. പക്ഷെ കേട്ടില്ല. അങ്ങനെ കുഞ്ഞാവ ഫോണൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അമ്മ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ ഒരു മടി. അങ്ങനെ ഇവിടെ ഞങ്ങൾ എല്ലാവരെയും ഞാൻ എന്തിനാ ഇവരെ എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ ഇവരെ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ആൻറ്റീനെയും ചേച്ചിനെയൊക്കെ. അങ്ങനെ സ്റ്റേജിൽ നമ്മുടെ BJP MLA ആണ് പുള്ളി. ഉടുപ്പിയിലെ യശ്പാൽ സാറിനെ നമ്മളൊന്ന് വെൽക്കം ചെയ്തു. അങ്ങനെ ജസ്റ്റ് പൊന്നാടയൊക്കെ അണിയിച്ചു. പുള്ളി അത് കഴിഞ്ഞ് പോയി. നമ്മുടെ പ്രസിഡന്റ് സാർ സംസാരിച്ചു. അങ്ങനെ സീമ മാഡം സ്റ്റേജിൽ വന്ന് പുള്ളിക്കാരത്തിയുടെ ഓണം എക്സ്പീരിയൻസും പുള്ളിക്കാരത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് പറഞ്ഞു. അതേ രീതി വിവേക് ഗോപൻ സാറും പുള്ളിക്കാരനെ കുറിച്ചുള്ള ഓണം അവരുടെ മെമ്മറീസ് എല്ലാം പറഞ്ഞു. മാവേലി 2 വാക്ക് സംസാരിച്ചു. നേരെ പോയതേ ഉണ്ണാനാണ്. എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്തായിരുന്നെന്നറിയാമോ? ആ ഗസ്റ്റുകൾ 2 പേരെ കാണുക, കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. പിന്നെ എൻ്റെ മെയിൻ തോട്ട് ഇതായിരുന്നു, ഫുഡ്. നമ്മളിങ്ങനെയൊന്നും വീട്ടിൽ ആക്കാറില്ലല്ലോ. അങ്ങനെ ഞാൻ കാണിക്കാം. കുറേ ഐറ്റംസ് ഉണ്ടായിട്ടോ. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് സത്യമായിട്ടും പേരറിയത്തില്ല. സ്വീറ്റായിട്ടും ലൈക്ക് എല്ലാം ആയിട്ടും ഒത്തിരി ഐറ്റംസ്. മക്കൾക്ക് മാത്രം, എൻ്റെ മക്കൾക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ആവത്തില്ല ഫ്രണ്ട്സ്. ഈ കുഞ്ഞിനും ആവത്തില്ല. അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്തിനൊരു ഇതില്ല. കണ്ടില്ലേ, ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യുന്ന നാത്തും പറയുമ്പോൾ റെഡിയില്ല. ഈവൻ ചുമ്മാ കുഴക്കുന്നുണ്ട്, കഴിക്കുന്നൊന്നും അറിയത്തില്ല. എൻ്റെ ക്യാമറന്നുണ്ട്, എല്ലാവരും ഉണ്ടേറ്റ് പോയാലും നീ ഉണ്ട് പോകത്തില്ല. അത് കാരണം വേഗം ഉണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇച്ചു വെയിറ്റ്, ഞാൻ എന്തായാലും വീഡിയോസൊക്കെ എടുക്കാതെ ഞാൻ എന്തായാലും ഉണ്ണത്തില്ല എന്നുള്ള മട്ടിൽ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ഫുള്ള് സദ്യ. കണ്ടോ, കറികൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടോ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കഴിച്ച് ബാക്കി വെച്ചു.
2 തരം പായസം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ എന്താ നമ്മുടെ വിവേക് ഗോപൻ്റെ കൂടെ നിന്ന് 2-3 ഫോട്ടോസ് എല്ലാം ഞങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേനും സീമ മാഡം ഫോട്ടോ എടുത്ത് അങ്ങനെ പോയായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ഉണ്ണത്തില്ലല്ലോ, കുറച്ച് പേരുണ്ടുമ്പോൾ കുറച്ച് പേര് ചുമ്മാ ഇരിക്കണമല്ലോ, അപ്പോൾ അവരെ ഒന്ന് നമ്മൾ ഹാപ്പി ആക്കണ്ടേ. അങ്ങനെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യമേ പോയി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ എന്താ നമ്മുടെ പിള്ളേരെ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ സീമ മാഡമിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഈ കൊടുത്ത ഈ സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ഇവിടെ നാടൻ ലൈക്ക് ആൾക്കാർ ചെയ്ത ഡിസൈനാണ്, കൈയും കൊണ്ട് ചെയ്ത ഡിസൈനാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു ഫാഷൻ ഷോ, അത് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്, അടിപൊളിയായിരുന്നു. അതെല്ലാം ഇങ്ങനെ അത് കണ്ടിട്ട് മതിയാവുന്നില്ല, അത്ര അടിപൊളിയായിട്ട് കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര മീനിങ് ഫുള്ളായിട്ടാണ് അവർ ചെയ്തിരുന്നത്. ആ പെർഫോമൻസ് ലെവൽ എന്ത് വണ്ടർഫുൾ, പറഞ്ഞ് എനിക്ക് പറയാൻ വാക്കുകളേ ഇല്ല, അത്ര അടിപൊളി. ഈ നമ്മുടെ പിള്ളേർ പിന്നെ നാട്ടിലുള്ള കേരളത്തിലുള്ള പിള്ളേരെ പോലെ തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നെന്നല്ലേ ഉള്ളൂ നമ്മൾ, അവരുടെ പെർഫോമൻസൊക്കെ കണ്ടാണ് ഞാൻ ഈ കലാഭവൻകാരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ തുടങ്ങി. സിംഗേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു, ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്ന സിംഗർ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പുള്ളി നമ്മുടെ സ്റ്റേജ് തകർത്ത് പൊളിച്ചട്ടോ, നമ്മുടെ സ്റ്റേജ് നല്ല ആഘോഷമാക്കിയ ആൾ പുള്ളിയാണ്. ശരിക്കും എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല, ഞാനിങ്ങനെ ലൈക്ക് കാണാറില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പുള്ളി അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് അറിയാവുന്നവർ പുള്ളിയുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയത്തില്ല, ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. പുള്ളി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അടിച്ചു പൊളിച്ചു. അപ്പോൾ എൻ്റെ പുറകിലിരുന്നൊരു പെണ്ണിനോട് ചോദിച്ചു ഡാൻസ് കളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തിൽ അവിടെ ഇരുന്ന് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ ചോദിച്ചത് താമസം, ആൾ ടക്കെന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി. പുള്ളിക്കാരത്തിയുടെ ഡാൻസ് എല്ലാം ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും കളിക്കണം തോന്നുന്നു. ഉടനെ അവർ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു കേട്ടോ, ആ പയ്യനും കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ 2 പേരും കൂടെ കൂടിക്കൊണ്ട് തകർത്ത് മറിച്ചു. സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് ചെറിയ ചമ്മലായിരുന്നു പോകാൻ, അതുകൊണ്ട് അവർ സ്റ്റേജിലേക്ക് പോയില്ല, അവിടെ തന്നെ ഇരുന്ന് അവർ നിന്നടുത്ത് തന്നെ നിന്ന് എന്തായാലും അടിച്ച് പൊളിച്ചവരെന്തായാലും. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന പുള്ളി ഒരു അമ്മച്ചിയോട് ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ചമ്മി ഇരിക്കുക, ചമ്മി ഇരുന്നപ്പോൾ അമ്മച്ചി ലൈക്ക് പാടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി വേറെ പാടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്ത് എന്തായാലും പുള്ളിക്കാരത്തി പാടിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാനും പുള്ളിക്കാരത്തി ഒരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റേജിൽ ലൈക്ക് എല്ലാവരും ഒന്ന് ആക്റ്റീവാക്കി. നമ്മൾ ചോറൊക്കെ കൊണ്ട് മടുത്ത് ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തേക്കൊരു ജോഷ് വന്നെങ്കിലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ഫൈനലി പുള്ളി ഇടീ ഹാളിലുള്ള ഓഡിയൻസിനെ പുള്ളി മൊത്തത്തിൽ ആക്റ്റീവാക്കി എടുത്ത് ഉറങ്ങുന്നവരെല്ലാം ടക്കടക്കിയെന്ന് ഉണരുന്ന രീതി അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അത് പറയാൻ വയ്യ, പക്ഷെ എനിക്ക് പേരറിയില്ല, അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത് അറിയാത്തതുകൊണ്ടാണ്. പുള്ളിനെക്കുറിച്ച് ഞാൻ ഇത്രയും പറയുമ്പോൾ പുള്ളിയുടെ പേരെന്താ അറിയാത്തതെന്ന് ചോദിക്കുമല്ലോ, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു എടി പോയി ഡാൻസ് കളിക്കണമെന്ന്. എൻ്റെ മോനോട് ഞാൻ അത് തന്നെ പറയുന്നത്. അപ്പം മോന് മുണ്ട് കൊടുത്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന് ഞാൻ മടിച്ച് പിടിച്ചൊക്കെ ഇരിക്കുക. അങ്ങനെ പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ തന്നെ പോയില്ല, ഒരമ്മച്ചിനെയും കൂടെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയി. അമ്മച്ചിയുടെ ഡാൻസ് കണ്ട, അമ്മച്ചി പുലിയാണ് കേട്ടോ. അമ്മച്ചി തകർത്ത് മറിച്ചു, അമ്മച്ചി വിട്ടുകൊടുത്തില്ല. അമ്മച്ചിയുടെ പെർഫോമൻസ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിറ്റ് തുടങ്ങി. പുള്ളി ലൈക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മജീഷ്യൻ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് എവിടെ നിന്നാണോ വരുത്തിച്ചതാണ്. പുള്ളിയുടെ ഷോയും കണ്ടു, അതൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കാണേണ്ട പെർഫോമൻസ് ആയിരുന്നു. മീൻസ് പിള്ളേരെയൊക്കെ ഭയങ്കര പിടിച്ചിരുത്താൻ പറ്റിയ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. പിള്ളേരെ ഫുൾ എൻജോയ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഈ വർഷം ആദ്യമാണ് കേട്ടോ നമ്മുടെ ഉടുപ്പിയിൽ കേരള സമാജം ഉടുപ്പി ഒരു ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഫസ്റ്റ് ഓണാണ്, ഒരു വയസ്സ് അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഫസ്റ്റ് ഓണാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് നെക്സ്റ്റ് ഓണങ്ങൾ ഒന്നും മിസ് ചെയ്തില്ല, എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ അവരോടൊക്കെ പറയണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേർ സ്റ്റേജ് പുള്ളിക്കാരത്തി നല്ല പാട്ട് പാടി കേട്ടോ. ഇനി ഒരാളും കൂടെ ഉണ്ട് സ്റ്റാർ സിംഗറിലുള്ള പുള്ളി, നല്ല പാട്ട്. പിള്ളേർ തകർത്ത് തുള്ളുമായിരുന്നു. അപ്പോൾ പിള്ളേരെ ഒന്ന് സ്റ്റേജിലേക്ക് വരുന്നോ എന്നൊരു വാക്ക് ചോദിച്ചതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ്. അയ്യോ പറയണ്ട, അടിച്ച് പൊളിച്ചതാ. എൻ്റെ മോളൊക്കെ ഉണ്ട്, എൻ്റെ മോളും എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെയാണ് ഇത് കടന്ന് തുള്ളുക, സ്റ്റേജിൽ കടന്ന് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തു. അവർ മാത്രമല്ല ഫ്രണ്ട്സ്, ഞങ്ങളും ചെയ്തു. ഇതാണ് എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡ്. പുള്ളിയോട് വരാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ പുള്ളി പറഞ്ഞു വേണ്ട നിങ്ങൾ ചെയ്തോ, ഞാൻ ഇവിടെ നിന്ന് എൻജോയ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു മേഡത്തിനെ വിളിച്ചു, മേഡവും വിട്ടുകൊടുത്തില്ല, അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തിന് ഡാൻസ് ചെയ്തു, പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ അവിടെ കുറച്ച് പെൺപിള്ളേർ ചെറുക്കന്മാരും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു, അവരെ വിളിച്ചു നോക്കി, അവർ വന്നില്ല. പിന്നെ പുള്ളി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ചില്ലറ പിള്ളേരല്ല, അവർ കുഞ്ഞുങ്ങൾ കിടന്ന് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഈ പയ്യന്മാർക്കൊരു ഇൻട്രസ്റ്റ് ഞങ്ങൾ സ്റ്റേജിൽ കയറി അടിപൊളിയായിരിക്കില്ലെന്ന്. അവനെന്ത് ഫുൾ ആക്റ്റീവാണ് കേട്ടോ. അവനെ കണ്ടു കഴിഞ്ഞാൽ
അവൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിരുന്നു അത്ര ആക്റ്റീവ് ആണ് വെച്ചാൽ ആ സിംഗറിന് നല്ല സപ്പോർട്ടീവായിട്ട് അവൻ നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടോ. അവൻ്റെ ഡാൻസും അവൻ പാട്ടും കൂടെ പാടി. അത് കഴിഞ്ഞപ്പോൾ മാജിഷ്യൻ അടുത്ത മാജിക്കുമായിട്ട് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ നമുക്കിങ്ങനെ കണ്ടിരുന്ന് പോകണമെന്ന് തോന്നുന്നു. ഈ റിങ്ങൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണണേ. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏത് പൊട്ടക്കാട്ടിലാണ് ജീവിക്കുന്നതെന്ന്. പൊട്ടക്കാട്ടിലല്ല ഫ്രണ്ട്സ് ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ മാജിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടവരുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കണ്ടോ, ഈ 2 റിങ്ങിൻ്റെ അകത്തു കൂടെ ആ മനുഷ്യനെ ഫുള്ള് ആയിട്ട് എത്ര ഫ്ലെക്സ് ആയിട്ടായിരിക്കും അല്ലേ, എത്ര ഐഡിയാസ് ആയിരിക്കും, എത്ര പ്രാക്ടീസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം എല്ലാവർക്കും പേടിയായി. പുള്ളി കാണിക്കുന്നുണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പുള്ളി വീഴുമെന്ന്. പക്ഷെ പുള്ളി ചെയ്യൂ കേട്ടോ. പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പുള്ളി ഇത് എത്ര നാളത്തെ പ്രാക്ടീസ്. ആ പെണ്ണ് ഭയങ്കരമായിട്ട് പേടിച്ചു, വേണ്ടെന്ന് പറഞ്ഞ് കാറുന്നുണ്ട്. പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക വെച്ചാൽ പുള്ളിക്ക് പ്രാക്ടീസ് ഉണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് എങ്ങനെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യും, റിയാക്ട് ചെയ്യുന്നതാണ് പുള്ളി നോക്കിയത്. എന്തായാലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇമിറ്റേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എല്ലാ കേരള സമാജത്തിൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടെ നിന്ന് നമ്മുടെ കലാഭവൻ സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കുഞ്ഞാവ സ്റ്റേജിൽ അടിപൊളിയാണ്. നമ്മുടെ പ്രസിഡൻ്റ് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവന്ന് ഒരു 5 മിനിറ്റ് കഴിയുന്നതിനേക്കാൾ മുമ്പേ ഉണ്ടല്ലോ പുള്ളിക്കാലത്ത് പിന്നെ സ്റ്റേജിൽ കയറി. അങ്ങനെ ഇത് നമ്മുടെ കലാശക്കൊട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ക്രൂവിൻ്റെ കലാശക്കൊട്ടാണ്. അവർ അടിച്ച് പൊളിച്ച് പാട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചായയും പഴംപൂരിയൊക്കെ ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെരിയേറ്റ് പോയി. അപ്പോൾ ചോദിച്ചു നിങ്ങൾ പോകണോ, കലാശക്കൊട്ടിന് ഇരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് ആ കുട്ടിയുടെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ എത്ര ഹാപ്പിയായി നോക്കും മോൾ സ്റ്റേജിൽ നിൽക്കുന്ന കാണുമ്പോൾ. അങ്ങനെ സ്റ്റേജ് തകർത്ത് മറിക്കുകയാണ്. കലാശക്കൊട്ടെന്ന് പറഞ്ഞാൽ 1.5 കലാശക്കൊട്ടായിരുന്നു കേട്ടോ ഇവരുടെ. അടിപൊളി പാട്ടും അവിടെ സ്റ്റേജിൽ പെർഫോമൻസ് വേറെയാണെങ്കിൽ താഴെ നോക്കുക, താഴെ അതിനേക്കാളും അപ്പുറമാണ് പെർഫോമൻസ്. അടിച്ച് പൊളിക്കുകയാണ്. എനിക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ സാരി വല്ലപ്പോഴും ഉടുക്കുന്ന ആളാണ്. സാരി ഉടുത്തിട്ട് ഞാൻ ഡാൻസ് കളിക്കാൻ പോയാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ മറിഞ്ഞു കുത്തി വീഴും. എൻ്റെ സാരി പിന്നെ ഞാൻ എടുത്ത് പറക്കിയൊക്കെ വെക്കേണ്ട വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ എന്നെ കാണിച്ചു നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. വെച്ചാൽ അത്ര സൂപ്പറായിരുന്നു പരിപാടി. മിസ് ചെയ്യാതെ പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും റിയലി മിസ് ചെയ്തായിരുന്നു കേട്ടോ. റിയലി മിസ് ചെയ്തതിന്. അങ്ങനെ ഡാൻസ് എല്ലാം കണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിംഗേഴ്സിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ നോക്കിക്കോ ഇവരാരാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പേര് അവരുടെയൊക്കെ കൂടെ നിന്നതാ. എല്ലാവരുടെയും കൂടെ നിന്ന് അടിപൊളി ഒരു 3 പേരും അടിപൊളിയായിട്ട് പാടി. അങ്ങനെ കലാഭവൻ സാറിൻ്റെ കൂടെ നിന്നും ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കളറി ഫൈറ്റ്. ഇത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടറാണ്, നമ്മുടെ ആയുർവേദ ഡോക്ടർ വിജേഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഇവരുടെ ഗുരു. പുള്ളി ഇവിടെ ക്ലിനിക്കും ഉണ്ട്, സിറ്റിയിൽ ക്ലിനിക്കും ഉണ്ട്. അങ്ങനെ കുറച്ച് ഉള്ളിലേക്കായിട്ടൊരു ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട്. അവിടെ കളരി പഠിപ്പിക്കുന്നുണ്ട് പിള്ളേർ. പിന്നെ ബാംഗ്ലൂർ പഠിപ്പിക്കുന്നുണ്ട്, നാട്ടിലുണ്ട്. അങ്ങനെ പലയിടത്തും പുള്ളി കളരി പഠിപ്പിക്കുന്നുണ്ട്. പുള്ളിയും അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് പെർഫോം ചെയ്യുന്നത്. മെയിൻലി പെർഫോമൻസ് പുള്ളിയാണ്. ഇതൊക്കെ ബോഡി എന്ത് അടിപൊളിയായിട്ട് ഫ്ലെക്സ് ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുന്നത്. ഇതിനൊക്കെ നല്ല പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ കുഞ്ഞു പയ്യനാണ് നമ്മുടെ ഡോക്ടറിൻ്റെ മോനാണ് കേട്ടോ. അവനും ഈ സ്റ്റേജിലൊന്ന് കയറി അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അവനെ കഴിയുന്ന പെർഫോമൻസ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞല്ലേ അവൻ. അങ്ങനെ ഇതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും, അത്ര അടിപൊളിയാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കളരിയൊക്കെ കാണുന്നത്. ഇങ്ങനെ കേട്ടിട്ടുണ്ട് കളരി ഫൈറ്റ്, കളരി പെർഫോമൻസ് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ടതല്ലാതെ ഞാൻ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കാണുമ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞ് കാണിക്കുക അവർക്കും കൊടുത്തു, കുഞ്ഞിനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി പറയുന്നുണ്ട് ഇതാരും വീട്ടിൽ ചെന്ന് റിപ്പീറ്റ് ചെയ്യല്ലോ എന്നുവെച്ചാൽ അത് പ്രാക്ടീസ് വേണമെന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോൾ പഴംപൂരോട് വെച്ചേക്കുന്നു. അതെല്ലാം ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടോ പന്തം കൊളുത്തിട്ടുള്ള കളി. ഇത് അടിപൊളിയാണ്. ആ പുള്ളി സ്റ്റേജിൽ പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ദയവേത് ആരും വീട്ടിൽ ഇതിനെക്കുറിച്ച് പഠിക്കാതെയോ ചുമ്മാതൊന്നും ചെയ്തേക്കല്ലോ കേട്ടോ. ഇതിനൊക്കെ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അവരെത്ര നാളിതിന് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് ഫൈനലായി കഴിഞ്ഞാൽ അവർ ഫൈനലായിട്ട് എടുത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ചുമ്മാതൊന്നും നടക്കില്ല. നോക്കുക, ഈ പന്തം കറക്കുന്ന ആളാണ് നമ്മുടെ ഗുരു. പുള്ളി ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ് ഇവിടുത്തെ. സോ പുള്ളിയാണ് ഈ പിള്ളേരെ ഇതെല്ലാം പഠിപ്പിച്ച് ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്നത്. എനിക്ക് ഈ സ്കിപ്പിംഗ് ഉണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. കേബിൾ വെച്ചിട്ട് എനിക്ക് പറ്റത്തില്ല. ഇവിടെ കണ്ടില്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നു, വിത്ത് ഫയർ 2 പേരും കൂടെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒന്നും പേരൊന്നും എന്നോട് ചോദിക്കല്ലോ കേട്ടോ. തീക്കളി എനിക്ക് അത്രേ പറയാനറിയത്തുള്ളൂ. ഇത് കണ്ടോണ്ടിരുന്നാലുണ്ടല്ലോ അറിയാതെ നമ്മൾ പോയിപ്പോയി ഇവർ കാണിക്കുന്ന ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ. ഇത് കണ്ടോ
എത്ര പ്രാക്ടീസ് ഉണ്ടായിട്ടായിരിക്കും അല്ലേ, അത് കയ്യിൽ എങ്ങനെ കെയർ ചെയ്ത് അതെങ്ങനെ ഹോൾഡ് ചെയ്യണം, ആ റൊട്ടേറ്റായി വരുമ്പോൾ എങ്ങനെ, ഇതാണ് കാണേണ്ട പെർഫോമൻസ്. ഇത് കണ്ടോ പുള്ളി അവിടെ നിന്ന് എറിഞ്ഞപ്പോൾ എത്ര നീറ്റായിട്ട് സ്കിപ്പ് ചെയ്ത് അത് പിടിച്ചെന്ന് നോക്കിയേ. അത് കണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ ഇരുന്ന് പോവും. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഈ വർഷത്തെ ഓണം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അടുത്ത വർഷം ഇങ്ങനെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അടുത്ത ഫൈനൽ ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഫ്രണ്ട്സ്. ഇതിന് പറയാൻ എനിക്ക് വാക്കുകളേ ഇല്ലയെന്ന് പറയാം, അത്ര ഭംഗിക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.